പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. എന്നാണ് യേശുവിൻ്റെ അടുക്കൽ അടയാളം ചോദിച്ചു വന്ന ഫരിസേയ നേതാക്കന്മാർക്ക് യേശു കൊടുക്കുന്ന മറുപടിയാണ്. യേശു ഒരുപാട് അടയാളം പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പക്ഷേ അതൊന്നും അവർക്ക് മനസ്സിലായില്ല, അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരടയാളം വേണം, സ്വർഗത്തിൻ്റെ അടയാളം വേണം. എന്തടയാളമാണ് കാണിക്കുക? അതിന് യേശു പറഞ്ഞു, ദുഷിച്ച തലമുറയാണ് അടയാളങ്ങൾ അന്വേഷിക്കുന്നത്. അത് യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളവും കൊടുക്കപ്പെടുകയില്ല. ഇത് മർക്കോസ്, മത്തായി, ലൂക്ക 3 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ പറയും ഒരടയാളവും നൽകുകയില്ല. ലൂക്കായിൽ കാണും യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളവും കാണുകയില്ല. മത്തായി തന്നെ പറയും യോനായുടെ അടയാളം. അത് 2 തരത്തിൽ പറയുന്നുണ്ട്. യോനയുടെ അടയാളം എന്ന് പറഞ്ഞു. എന്താണ് അടയാളം? യോന മത്സ്യത്തിൽ ഉദരത്തിൽ 3 ദിവസമായിരുന്നു, അതുപോലെ മനുഷ്യപുത്രനുമായിരിക്കും. പക്ഷേ ഇതിലെന്താണ് അടയാളം? യോനയുടെ അടയാളം വാസ്തവത്തിൽ യോനായെ മത്സ്യം വിഴുങ്ങിയതോ മത്സ്യം ഛർദ്ദിച്ചതോ ഒന്നും മറ്റാരും കണ്ടിട്ടില്ല. യോനയുടെ അടയാളം യോന മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്. അനുതാപത്തിന് വേണ്ടിയുള്ള പ്രസംഗമാണ്. അപ്പോൾ യോനായുടെ പ്രസംഗം കേട്ടു, നിനവേക്കാരും അനുദപിച്ചു. ഇതാ യോനായേക്കാൾ വലിയവൻ ഇവിടെ. അപ്പോൾ യേശു പറയുന്നത് അടയാളം തേടി പോകരുത്, അനുതാപത്തിനുള്ള ആഹ്വാനം സ്വീകരിക്കുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. ചുറ്റുപാടും ഒരുപാട് അടയാളമാണ്. നമുക്ക് കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ എല്ലാം അടയാളങ്ങളല്ലേ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളല്ലേ. നമ്മൾ അത്ഭുതങ്ങൾ തേടിപ്പോകുന്നു. രോഗശാന്തി, പലതരത്തിലുള്ള അത്ഭുതങ്ങൾ, പല ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. പക്ഷേ ചുറ്റുപാടുമുള്ള യഥാർത്ഥ അത്ഭുതങ്ങൾ കാണാതെയല്ലേ നമ്മൾ പോവുക. നമുക്ക് എല്ലാം അത്ഭുതങ്ങളല്ലേ. ഞാൻ വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് പോകുന്നത് വാക്കായിത്തീരുന്നു, നിങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എല്ലാം അടയാളങ്ങളാണ്. ഇപ്പോൾ വിശ്വാസമുള്ളതിന് എല്ലാം അടയാളങ്ങളാണ്. അതല്ലാതെ പുതിയ അത്ഭുതങ്ങൾ തേടി പോകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രവർത്തനം എല്ലാം മനസ്സിലാക്കാനും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനുമുള്ള കൃപ നമുക്ക് നിൻ വഴിയേ